ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ബ്രൗണീസിൻ്റെ ഓർഡറാണ്. ആക്ച്വലി ബ്രൗണീൻ്റെ ഓർഡർ ആകുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനമാണ്. ലൈക്ക് ഫ്രോസ്റ്റ് ചെയ്യണ്ട, കമ്പാരിറ്റീവ്ലി എളുപ്പപ്പണിയാണ്. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബോക്സുകൾ ആക്കാൻ ഉള്ളൊരു പാട്. അതിപ്പം നമുക്ക് മറ്റേ കേക്കാണെങ്കിലും ബോക്സ് ആക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. കേക്ക് ചെയ്യുന്നതിനേക്കാളും പണിയാണ് എന്ന് പറയാം. അപ്പം ബ്രൗണീസിൻ്റെ ഓർഡേഴ്സായിരുന്നു. അപ്പം ആദ്യം തന്നെ ബ്രൗണിയൊക്കെ ബേക്ക് ചെയ്ത് വെച്ചു. ബ്രൗണീൻ്റെ റെസിപ്പി ആക്ച്വലി ചില റെസിപ്പീസൊക്കെ കാണുമ്പോൾ ഭയങ്കര നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, മാക്രോൺസ് ഒക്കെ ചെയ്യേണ്ട പോലെ പറയും ചില റെസിപ്പി. പക്ഷേ എൻ്റെ റെസിപ്പി എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പാടുപെട്ട റെസിപ്പിയായി തോന്നിയിട്ടില്ല. ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസം വന്നാലും ഒക്കെ പെർഫെക്റ്റായിട്ട് ബ്രൗണി കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പം ബ്രൗണി ഞങ്ങളുടെ ആക്ച്വലി ഒരു ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ്. ചോക്ലേറ്റ് ബ്രൗണീസ്. അത് ഞാൻ ന്യൂട്ടെല്ല, ഹേസൽനട്ട് ബ്രൗണി ആയിട്ടും പിന്നെ പ്ലെയിൻ ബ്രൗണി ആയിട്ടും പിന്നെ കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് അതനുസരിച്ച് ടോപ്പിങ്സിൽ വ്യത്യാസം വരുത്താറുണ്ട്. ഇതിപ്പം ഈ കസ്റ്റമർ, ഈ ഫുൾ ബ്രൗണീൻ്റെ കസ്റ്റമർ എല്ലാം ഒരാൾക്ക് തന്നെ ഉള്ള ഓർഡറായിരുന്നേ. അപ്പം അയാൾക്ക് ഹേസൽനട്ടും വാൾനട്ടും ഇഷ്ടമല്ല. എന്താ പറയുക, അപ്പം ന്യൂട്ടെല്ലയുടെ കൂടെ ഹേസൽനട്ട് ആകുമ്പോഴാണല്ലോ അതിൻ്റേതായ ഒരു 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 ഇതുള്ളത്. പക്ഷേ അയാൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അയാൾ പറഞ്ഞു അത് ആവശ്യമില്ല. ഓക്കെ, കസ്റ്റമേഴ്സ് ദ കിങ്. അപ്പോൾ അയാൾക്കത് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട, അയാൾ എന്താണോ പറയുന്നത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അയാൾക്ക് വേണ്ടത് മുകളിൽ പിസ്റ്റാഷ്യോ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചപ്പം ന്യൂട്ടെല്ല പിസ്റ്റാഷ്യോ, പിന്നെ അതും ഒരു നല്ല ഓപ്ഷനായിരിക്കും തോന്നി. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുൾ 8 സ്ലാബ്സ് ഓഫ് ബ്രൗണിയാണ്. അതിൻ്റെ എല്ലാം ടോപ്പിംഗ് നമ്മളിങ്ങനെ ന്യൂട്ടെല്ല ഡ്രിസിൽ ചെയ്ത പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിസ്റ്റാഷ്യോ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് ഈ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്, എൻ്റെ ഒരു ബ്രൗണി ഒരു 500 ഗ്രാംസിന് ചോടെ വെയിറ്റ് വരുന്നതാണ് ഈ ഒരു സ്ലാബ്. അത് 9 പീസസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചിലവർ അതിലും ചെറിയ പീസസ് ആക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. ബട്ട് എനിക്ക് ഏറ്റവും ടെൻഷൻ ഇതിനെ ഈ 9 പീസും ഈക്വൽ സൈസ്ഡായിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. ഞാൻ എങ്ങനെയൊക്കെ മുറിച്ചാലും, അതിപ്പോൾ ഞാൻ അളവ് വെച്ച് മുറിച്ചാലും എനിക്ക് കറക്റ്റാക്കി കിട്ടാറേയില്ല. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവർ എത്ര പെർഫെക്റ്റായിട്ട് അതങ്ങനെ അങ്ങോട്ട് മുറിക്കുന്നതെന്ന്. എനിക്കത് പറ്റാറേയില്ല. എന്തായാലും അവസാനം നമ്മുടെ ഹാർഡ് വർക്ക് ഇങ്ങനെ ടേബിളിൽ നിരന്ന് നിൽക്കുന്ന കാണുമ്പം ഭയങ്കര